തൃശൂർ കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയിട്ടിരിക്കുന്ന മെറ്റൽ കൂനകൾ അപകടക്കെണിയാകുന്നു. പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായ കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡ് ഗതാഗതയോഗ്യമല്ലാതായിട്ട് വർഷങ്ങളായി. ഇത് നന്നാക്കി കിട്ടണമെന്ന ജനങ്ങളുടെയും യാത്രക്കാരുടെയും ആവശ്യത്തിനും പഴക്കമേറി. ഇക്കാര്യം നേരത്തെ TCB വാർത്ത നൽകിയിരുന്നു. അതിലിപ്പോഴും പരിഹാരമായിട്ടില്ല. ഇങ്ങനെയുള്ളപ്പോഴാണ് ഇതേ റോഡിന്റെ കൈപ്പറമ്പ്, ചൂണ്ടൽ എന്നീ 2 ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തി സംഗമ പ്രദേശത്ത് കരിങ്കല്ല് മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതാണ് വാഹന ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത്. മെറ്റലുകൾ റോഡിലേക്ക് നിരന്നതോടെ ഇരുചക്രവാഹന യാത്രികർക്ക് അപകടക്കെണിയായി മാറി. റോഡിലെ വളവിനോട് ചേർന്ന ഭാഗത്താണ് മെറ്റൽ കൂനകൾ കൂട്ടിയിട്ടിരിക്കുന്നതെന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയുമാണ്. ടേണിങ് കൂടിയാണ് ഈ സ്ഥലം. ഈ ടേണിങ്ങിൽ അവിടുന്ന് വരുന്ന വാഹനങ്ങൾ ഇപ്പുറത്തൊന്നുള്ള വാഹനങ്ങൾ കാണുന്നില്ല. അതിൽ കൊടുത്തിട്ട് കുറേ മെറ്റൽ കൊടുത്തിട്ടോ. അപ്പോൾ ഞങ്ങൾ കരുതി പൊട്ടിപ്പൊളിച്ച് കിടക്കുന്ന റോഡ് ആകെ തകർന്ന് ശോചനീയമായി കിടക്കുമ്പോൾ അത് പണി തീർക്കാനായിട്ടോ അല്ലെങ്കിൽ റോഡ് ഉയരം കൂട്ടാനായിട്ടോ ഈ ടേണിങ്ങിൽ കൊടുത്തിട്ടോ. അപ്പോൾ ഞങ്ങൾ കരുതി 2-4 ദിവസത്തിനകം ഈ പണി തീർക്കാതിരിക്കുന്നതെന്ന് വിചാരിച്ചിരുന്നത്. ഇപ്പം എന്താ ഉണ്ടാകുന്ന വെച്ചാൽ നിത്യേന ഇവിടെ അപകടങ്ങൾ മാത്രമേ ഉള്ളൂ. ബോളർ മൊത്തം റോഡിൽ വരുന്നെടുക്കുക, ബോളറിന് മുകളിലേക്ക് കയറി അവരവിടെ വീഴുന്നു. തകർന്നു കിടക്കുന്ന റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കായിട്ടാണ് മെറ്റൽ ഇറക്കിയതെന്നായിരുന്നു പ്രദേശവാസികൾ കരുതിയിരുന്നത്. എന്നാൽ വാർഡ് മെമ്പർമാരെ അടക്കം സമീപിച്ചപ്പോഴാണ് ഇത് ഇറക്കിയത് എന്തിനാണെന്നോ ആരാണെന്നോ ആർക്കും ധാരണയില്ലെന്ന് വ്യക്തമായത്. 3 കിലോമീറ്ററാണ് ഈ റോഡിൻ്റെ ദൂരം. ഒരു ബൈപ്പാസ് മാതിരിയുള്ള ഒരു റോഡാണ്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈപ്പറമ്പ് എന്ന പഞ്ചായത്തുകാർ റോഡ് നേരെയാക്കിയിട്ടുണ്ടെങ്കിൽ ചൂണ്ടൽ പഞ്ചായത്തുകാർ റോഡ് നേരെയാക്കുന്നില്ല. വർഷക്കാലമായ പറയേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഞ്ചി ഇറക്കിയിട്ട് പോകുന്ന ലെവലിലാണ് കുടികൾ കിടക്കുന്നത്. ഈ റോഡ് എന്തെങ്കിലും ഒരു പുനരുജ്ജീവനം ഉണ്ടാവുമോ? പഞ്ചായത്ത് അധികൃതർ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണിപ്പോൾ. അതേസമയം വിഷയം ചൂണ്ടിക്കാട്ടി പ്രദേശവാസിയായ രാജൻ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് ചൂണ്ടൽ, കൈപ്പറമ്പ് പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും ജില്ലാ കളക്ടർക്കും കത്തയച്ചിട്ടുണ്ട്. വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും മുമ്പേ വിഷയത്തിൽ അധികാരികളുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് യാത്രക്കാരുടെയും ആവശ്യം. TCV തൃശൂർ.